ഹലോ എവ്രി വൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റി അനലൈസ് ചെയ്യും. ഷോർട്ട് അനലൈസിസ് ആയിരിക്കും. ഞാൻ കുറച്ച് ബിസിയാണ്, അതുകൊണ്ട് ഐ തിങ്ക് ഇനി അപ്കമിങ് ടൈമിൽ ഇൻട്രഡേ വീഡിയോസ് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓരോരോ നമ്മുടെ വ്യൂസ് മീൻസ് എൽഡിറ്റ് വേവ് തിയോറി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ABC സ്ട്രക്ചറും. സോ അതാണ് എൻ്റെ മെയിൻ 1,00,000 ടാർഗറ്റ് ഉണ്ടായിരുന്നു. ദാറ്റ് മീൻസ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ. ദാറ്റ് മീൻസ് എൽഡിറ്റ് വേവ് സംതിങ് എന്തെങ്കിലും ഒരു സംഭവമാണ്, നമ്മളത് കാണണം. അത് കണ്ടാൽ നമുക്ക് ട്രെൻഡും അത് നമ്മൾ പഠിക്കണം. ഫസ്റ്റ് പഠിച്ചിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, കാരണം വെച്ചാൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എല്ലാവർക്കും അറിയാം. നോർമലി ഇത് റെസിസ്റ്റൻസ് ആണ്, അത് സപ്പോർട്ടാണ്. ബട്ട് എലിറ്റ് വേവ് എന്താ ചെയ്യുന്നത്, എന്താണ് നമുക്ക് എലിറ്റ് വേവ് നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. ദാറ്റ് മീൻസ് 1 2 3 മൂവ്സ് കഴിഞ്ഞാൽ ഫോൾ വരും. 4th and 5 ആയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് ഔട്ടായി. ദാറ്റ് മീൻസ് അവിടുന്ന് പിന്നെ പി നോക്കേണ്ട ആവശ്യമില്ല. അവിടുന്ന് എക്സാക്ട്ലി 5 മൂവ്സ് കഴിഞ്ഞാൽ അവിടെ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ, അതിൻ്റെ സ്മോൾ ടൈം ഫ്രെയിമിൽ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ചെയ്യും. മോസ്റ്റ്ലി 90% അങ്ങനെയാണ്. ആൻഡ് ദെൻ അത് കോഷൻ സൈനാണ്. ദാറ്റ് മീൻസ് അവിടെ നിന്ന് കയറേണ്ട. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ABC സ്ട്രക്ചർ നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ എൻഡിങ് ഡയൽ 3 മൂവ്സ് കഴിഞ്ഞാൽ ABC സ്ട്രക്ചറിൽ എൻഡിങ് ഡയൽ ഫോം ചെയ്യും. ആൻഡ് ദെൻ മീൻസ് ഓപ്പോസിറ്റ് മൂവ് അവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. സോ അത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ദാറ്റ് മീൻസ് നല്ലൊരു തിയോറിയാണ് എലിറ്റ് വേവ് തിയോറി. സോ നിങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം. ഞാൻ എൻ്റെ ചാനൽ മാത്രമല്ല, നിങ്ങൾ എവിടെ വേണമെന്ന് പഠിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ബട്ട് യെസ്, സമയമെടുക്കും, ഒത്തിരി ടൈം എടുക്കും, ബട്ട് അത് ലേൺ ചെയ്യാം. എനിവേ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത ABC സ്ട്രക്ചർ. ABC സ്ട്രക്ചർ കഴിഞ്ഞാൽ അതിൻ്റെ എൻഡി ഡയൽ പാറ്റേൺ ഫോം ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് വരും. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ABC സ്ട്രക്ചറുടെ വീഡിയോ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തായിരുന്നു. മസ്റ്റായിട്ട് അത് കാണണം എല്ലാവരും കൂടി. സോ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ദേ വന്നു. 1 2 3 ആണിപ്പോൾ മൂവ് വന്നേക്കുന്നത്. ഓക്കെ, ഇത് ABC അതിൻ്റെ എൻഡിങ് ഡയൽ പാറ്റേൺ ഫോം ആയി. ആൻഡ് ദെൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ്. കാരണം എൻഡിങ് ഡയൽ പാറ്റേൺ ദാറ്റ് മീൻസ് ഇതിൻ്റെ ട്രെൻഡ്, ഈ ലെഗിൻ്റെ ട്രെൻഡ് തീർന്നു. സോ ഒബ്വിയസ്ലി ആണ് മൂവ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരേണ്ടതാണ്. സോ അതാണ് ഈ ബൗൺസ് വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് 1 2 3 വരെയാണ് ഇപ്പോൾ വന്നേക്കുന്നുള്ളൂ. സോ ഞാൻ ഇത് കാണുന്നത് ഇവിടുന്ന് 1 2 and 3. ഇനി ഇവിടുന്ന് വന്ന് താഴേക്ക് 4th ഫോൾ വന്നിട്ട് ആൻഡ് ദെൻ 5th ആകുമോ, അതാണ് ഇനി ഫോർത്ത് നോക്കാൻ ഉള്ളത്. യൂഷ്വലി 4 and 5 ഉണ്ടാവാറുണ്ട്. ഇതിപ്പോൾ സ്റ്റിൽ 3 ആണ്. ഇന്നത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണോ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണോ, അതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് 3rd തന്നെ ആയിരിക്കും. ഓർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ അത് 4 and then 5 ആയിരിക്കുള്ളൂ. മനസ്സിലായോ? ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സഡൻ ഇമ്പൾസ്, എലിറ്റ് വേവ് ഇമ്പൾസ്, ഇത് 1, ഇത് 2, ഇപ്പോൾ സ്റ്റിൽ ഗോയിങ് ആണ് 3rd. ഓക്കെ, 3rd സ്റ്റിൽ ഇന്നിപ്പോൾ ഓപ്പണിംഗ് ഫ്ലാറ്റ് ഓർ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സോ 3rd ഇത് കംപ്ലീറ്റ് ആയി. 4th ഫോൾ ആയിരിക്കും. 4th ഫോൾ 1 ടെറിറ്ററിയിൽ ഇത്ര വരെ വരാവുള്ളൂ. ഓർ ഏകദേശം എത്ര അത് നമുക്ക് പറയാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ പറയാം. ആൻഡ് ദെൻ 4th ഫോൾ ആൻഡ് ദെൻ 5th മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അതായത് 5th മുകളിലേക്ക് പോകാനുള്ള ചാൻസസ്, അത് എവിടെ വരെ പോകും നമുക്കതുകൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 5th അങ്ങനെ ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇൻ കേസ് 5th ഇത് ക്രോസ് ചെയ്തില്ലെങ്കിൽ, ഏത് 3rd ഹൈ ക്രോസ്, സോ ദാറ്റ് മീൻസ് ഇത് ABC സ്ട്രക്ചർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ദെൻ 4th ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. അത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചേക്കണം. ഈ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചേക്കണം. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ അപ്പോൾ വീക്കൊരു സൈനാണ്. ആൻഡ് ദെൻ 4th വേവിൻ്റെ ഫോൾ വീഡിയോ കാണുന്ന മസ്റ്റായിട്ട് എല്ലാവരും കൂടി എപ്പോഴും 4th വേവിൻ്റെ ഫോൾ മാക്സിമം 50% വരാവുള്ളൂ. ഓക്കെ, അത് റൂളാണ്. 50% എത്ര വരുന്നത്? 24,100. സോ ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ 24,160 ഓർ 24,101. ഇവിടുന്ന് റിവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം ഇവിടുന്ന് സപ്പോർട്ട് എക്സാക്ട് പോയിന്റ് ശരിക്കും എടുക്കാറുണ്ട്. ദാറ്റ് മീൻസ് അവിടെ 5 minutes ടൈം ഫ്രെയിമിൽ വരുവാണെങ്കിൽ അവിടെ ഒരു ബുള്ളിഷ് കാൻഡൽസ്റ്റിക് പാറ്റേൺ ഫോം ആവുകയാണെങ്കിൽ ഗ്രീൻ കളറുടെ, സോ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് എൻട്രി എടുക്കാൻ പറ്റും, നമുക്ക് ഈസിലി പ്ലേ ചെയ്യാൻ പറ്റും. ഓർ ആ ക്യാൻഡിൽ പിന്നെ ലോ വെച്ചിട്ട് ലോ ആയിരിക്കും, അതിൻ്റെ ലോ ആയിരിക്കും, ആ ക്യാൻഡിൽ ലോ ആയിരിക്കും. അത് ബ്രേക്ക് ഡൗൺ ആക്കിയാൽ ദാറ്റ് മീൻസ് അത് പിന്നെ ഫർദർ ഡൗൺ സൈഡ് തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ബിയറിഷായി സ്ട്രക്ചർ, ബിയറിഷായി.
ഞാൻ ഇത് നമുക്ക് പ്രോപ്പർലി ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒന്നും. ഇത് ABC സ്റ്റേജ് ആണോ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് മൂവ് എന്തായിരിക്കും അതിപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. റീസൺ എന്താ ഞാൻ വീണ്ടും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോറി, ബിഗർ ടൈം ഫ്രെയിമിൽ നമുക്ക് പോവുകയാണെങ്കിൽ ബിഗർ ടൈം ഫ്രെയിമിൽ ഇത് എത്ര മൂവാണ്? ABC ദാറ്റ് മീൻസ് 1 or 2 3 മൂവ്സ് ആണ്. ഓക്കെ, 3 മൂവ്സ് കൂടി കഴിഞ്ഞാൽ എന്തായി? 3 മൂവ്സ് കഴിഞ്ഞാൽ എന്തായി? അത് A ആയി. മനസ്സിലായോ? 1 2 3 മൂവ്സ് കഴിഞ്ഞാൽ എന്തായി? ഇത് ഫുൾ A ആയി. ഇപ്പോൾ പിന്നെ B ആണ് ഓൺ ഗോയിങ് 1 2 3. സോ ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഇത് B ആയി. ഓക്കെ, ഇനി സി ഇത് ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ സി ഇതിൻ്റെ ഇവിടെ എവിടെയെങ്കിലും തീരേണ്ടതാണ്. മനസ്സിലായോ? സോ അതാണ് ഇപ്പോൾ ഒരു ചെറിയൊരു കൺഫ്യൂഷനാണ്. ദാറ്റ് മീൻസ് ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ ഫർദർ അപ്പ് സൈഡ് കിട്ടും. ഏത്? ഈ ഒരു ഹൈഡ് അബവ്. ഓക്കെ, ഈ ഒരു ഹൈഡ് അബവ്. അല്ലെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നുണ്ടോയെന്ന് ഇല്ലയെന്ന് അത് നമുക്ക് എക്സാക്ട്ലി നമ്മൾ മാർക്കറ്റിൽ അത് നോക്കണം. ഓക്കെ, എനിവേ നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ട് ഇതായിരിക്കും. ഓക്കെ, അത് സമയമെടുക്കും, മനസ്സിലാക്കിയെടുക്കാനും ടൈം എടുക്കും. ഇന്നലത്തെ വീഡിയോ ABC വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ABC കറക്ഷൻ്റെ വീഡിയോ മസ്റ്റായിട്ട് കാണണം. അത് ഡെയിലി കാണണം. ഡെയിലി മാർക്കറ്റിൽ, ലൈവ് മാർക്കറ്റിൽ അത് നോക്കി ക്രോസ് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മൂവ് ഉണ്ടോ ഇല്ലയെന്ന്. അത് ജസ്റ്റ് ഒരു ABC കറക്ഷൻ്റെ ഒരേ ഒരു പാട്ടുള്ളൂ. അത് ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് പറഞ്ഞത്. ദാറ്റ് മീൻസ് അത് ഒരു പാട്ടുള്ളൂ. അതിൻ്റെ വേറെ രണ്ട് മൂന്ന് പാട്ട് വേറെ ഉണ്ട്. അത് ഞാൻ അപ്കമിങ് ടൈമിൽ തരത്തുള്ളൂ. ബട്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. നിങ്ങൾ ഷെയർ ചെയ്താലേ നമുക്ക് എനിക്കൊരു ഉണ്ടാക്കുന്ന ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാവരും കൂടി മസ്റ്റായിട്ട് ഷെയർ ചെയ്യണം. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് അപ്പ് മൂവ് കിട്ടുവാണെങ്കിൽ അത് ഇതിൻ്റെ അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ 101% മസ്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ട്രാപ്പ് ആണെങ്കിൽ 101% വരെ പോയിട്ട് പിന്നെ ഫോൾ തരാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇത് ഓക്കെ, അത് നമ്മൾ റെഡ് ആക്കി മാർക്ക് ചെയ്യുക. പിന്നെ വരുന്നത് 127%. നിങ്ങൾ ചിലപ്പം വിചാരിക്കും കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും. ഉണ്ടാവേണ്ടതാണ്, അത് ഉണ്ടാവണം. എനിക്കും ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവർക്കും ഉണ്ടാകും സ്റ്റാർട്ടിങ്ങിൽ അതൊക്കെ എല്ലാം. പക്ഷെ നമ്മളത് റീഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ല നമുക്കൊരു 80% ഐഡിയ കിട്ടും. യെസ്, ഇതാണ് നടക്കുന്നത് മാർക്കറ്റിൽ. ജനുവലി ഞാനിപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ എന്താ ഞാനിപ്പോൾ കാണുന്നത് എന്ന് വെച്ചാൽ ഇന്ന് വേറെ ഇഷ്യൂ ഇല്ലെങ്കിൽ മാർക്കറ്റ് ഫ്ലാറ്റ് ടു ചെറിയ ഈ ഒരു ഏരിയയിൽ ഓപ്പണിംഗ് ആവേണ്ടതാണ്. ഓക്കെ, ഞാൻ എന്താ പഠിച്ചേക്കുന്നതനുസരിച്ച് ഫ്ലാറ്റ് ഓപ്പണിംഗ് ഏരിയയിൽ ഓപ്പണിംഗ് ആവേണ്ടതാണ്. ആൻഡ് ദെൻ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാം. സോ അതെന്തായിരിക്കും? ഈ തേർഡ് കംപ്ലീറ്റ് ആയി ഫോർത്തിൻ്റെ ഫോൾ വരുന്നുണ്ട്. ആൻഡ് ദെൻ ഫിഫ്ത്ത് ചിലപ്പോൾ മേ ബി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. അത് ഇതിൻ്റെ ഹൈ ക്രോസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക? കോഷൻ ആവുക. കോഷൻ സോണിലാണ്. ദാറ്റ് മീൻസ് കോഷൻ എടുക്കുക നമ്മൾ അപ്പോൾ തന്നെ. ഓക്കെ, അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ പ്രൈസ് മേ ബി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആൻഡ് ദെൻ താഴേക്ക് വരേണ്ടതാണ്. താഴേക്ക് വന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുകയാണെങ്കിൽ മാത്രമേ ഒരു റിസ്ക് എടുക്കാവുള്ളൂ. അത് ആ ഫോൾ മാക്സിമം 50%. നമ്മുടെ റേഷ്യോസ് ഇതുപോലെ തന്നെ ലൈവ് മാർക്കറ്റ് റേഷ്യോസ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഇതുപോലെ തന്നെ ഈ ഫിബൊനാച്ചി ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. ഫിബൊനാച്ചി പെർഫെക്റ്റ് വർക്ക് ചെയ്യാറുണ്ട്. ഒക്കെ പെർഫെക്റ്റ് വർക്ക് ചെയ്യും. ഞാൻ ആക്ഷൻ എടുക്കും. എപ്പോഴും ആക്ഷൻ എടുക്കുക അറിയാമോ? ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ ഫസ്റ്റ് ഈ ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഡൗൺ ആവാൻ പാടില്ല. ബ്രേക്ക് ഡൗൺ ഇൻ കേസ് ആയ അപ്പോൾ സ്ലോ താഴേക്ക് മൂവ് വരും. 50% വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ മാത്രമേ ഞാൻ മുകളിലത്തേക്ക് നോക്കുകയുള്ളൂ. മനസ്സിലായോ? ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കണം, നിൽക്കണം. ഇവിടെ വന്നിട്ട് എക്സാക്ട് 24,100 നിൽക്കണം. എന്നിട്ടേ ഞാൻ മുകളിലേക്ക് നോക്കത്തുള്ളൂ. അത് ചെറിയൊരു ബൗൺസ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ബൗൺസ് മതിയല്ലോ. ബൗൺസ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് 24,100 ഇവിടെ വരെ 150 പോയിൻറ്റ്സ് ആണ്. 50 പോയിൻറ്റ്സ് ബൗൺസ് ഉണ്ട് ഈ ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ബൗൺസ് എടുക്കുകയാണെങ്കിൽ പറയുന്നത് ആ ക്യാൻഡിഡേറ്റ് ലോ തന്നെ നമുക്ക് SL ആയിരിക്കുള്ളൂ. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് സ്ട്രക്ചർ പിന്നെ ചേഞ്ച് ആയെന്ന് വിചാരിച്ചു. മനസ്സിലായോ? ചേഞ്ച് ആയെന്ന് വിചാരിച്ച് വെച്ചോളൂ പിന്നെ. എക്സാക്ട്ലി ദാറ്റ് മീൻസ് ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. അത്രയും ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കാരണം നിങ്ങൾ പഠിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ അത്രയും ക്ലിയർ ആയിട്ട്. നിങ്ങളാണെങ്കിൽ കുറച്ച് പേരെ ഡൗട്ട് ചോദിക്കുന്നുള്ളൂ. എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നില്ല. ഡൗട്ട് ചോദിക്കണം. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എന്ത് ഡൗട്ടായാലും കുഴപ്പമൊന്നുമില്ല. ഡൗട്ട് ചോദിച്ചേ പറ്റൂ. നമ്മൾ ഡൗട്ട് ചോദിച്ചാലും നമുക്ക് കുറച്ചുകൂടി ക്ലിയാരിറ്റി കിട്ടുള്ളൂ. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇനി ഇതിനകത്ത് പറയാനുള്ളത് എനിക്ക്. ബാക്കി ഫർദർ
നമുക്ക് നാളെ പറയാം. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ഇത്രയൊക്കെ റേഷ്യോസ് ലാസ്റ്റ് വീഡിയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. എക്സാക്ട്ലി ആണ് ബാങ്ക് നിഫ്റ്റിയിൽ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് A1 2 3 ആണ്. എ ആയി ബിയുടെ ബൗൺസ് ആണ് ഓൺ ഗോയിങ്. ബാങ്ക് നിഫ്റ്റിയിൽ ബിയുടെ ബൗൺസ് ആണ് ഓൺ ഗോയിങ്. ഓക്കെ, സോ ബിയുടെ ബൗൺസ് ആണെങ്കിൽ എക്സാക്ട് റേഷ്യോസിലുണ്ടോ ഇല്ല. ഇനി സ്റ്റിൽ 81.20% വരെ കിടക്കുന്നുണ്ട്. 81.20% നമുക്ക് മാർക്ക് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇതിലേക്ക് 81.20% അത് മസ്റ്റായിട്ട് മാർക്ക് ചെയ്ത് സാർ. ഈ റേഷ്യോസിൻ്റെ ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ സോ റെസിസ്റ്റൻസ് സോണാണ്. ഏത് 55,740 അത് റെസിസ്റ്റൻസ് സോണാണ്. ഇതിൻ്റെ അബവ് പോയില്ലെങ്കിൽ പ്രൈസ് താഴേക്ക് വരണം തുടങ്ങും. അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയ ദറ്റ് മീൻസ് പിന്നെ 100%, 100% വരെ പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. 100% മാർക്ക് ചെയ്തേക്കണം. 56,316 എപ്പോഴും ഇനി ഇപ്പോഴത്തെ മാർക്കറ്റിൽ 101% മാർക്ക് ചെയ്ത് വെക്കണം. ആ ലെവൽ ആരും ഷെയർ ചെയ്യാറില്ല. 101% ഒത്തിരി റെയറാണ്. ആരും ഇപ്പോൾ ഷെയർ ചെയ്യുന്നില്ല 101%. സോ നിങ്ങളത് മാർക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ഇതുപോലെ തന്നെ 101% മോസ്റ്റ്ലി എല്ലാ ടൈം ഫ്രെയിമിൽ. ഓക്കെ, ഇത് നല്ല ഒരു റിജക്ഷൻ സോണാണ് 101%. ഓക്കെ, സോ ഇതിനകത്ത് എത്ര ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ബുള്ളിഷ് 101% അബവ് മാത്രമേ ബുള്ളിഷ് ആവുക, അല്ലെങ്കിൽ റിസ്ക് ആണ്. മാർക്കറ്റ് ഇപ്പോൾ കോഷൻ സോണിലാണ് കിടക്കുന്നത്. ഓക്കെ, സോ സെൻസെക്സ് നോക്കാം. സെൻസെക്സ് 101% അബവ് ആണ്. കണ്ടോ സെൻസെക്സ് ഈ ലെഗിൻ്റെ ABC ഇത് ഫുൾ AI, ഇത് B ഓൺ ഗോയിങ് ആണ്. അതിൻ്റെ അബവ് ആണ് സെൻസെക്സ് കിടക്കുന്നത്. യെസ്, സോ ബുള്ളിഷ് ആവുന്നത് ഇതിൻ്റെ അബവ് ആണ്. 80,319 ഫോർ ദ റെസിസ്റ്റൻസ് ഇതായി. ഓക്കെ, ഇത് 1 2 3 ആണ് ഓൺ ഗോയിങ്. ഓക്കെ, 1 2 3 ആണ് ഓൺ ഗോയിങ്. അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. നിഫ്റ്റിയുടെ പോലെ തന്നെ നമ്മളിത് മാർക്ക് ചെയ്യുക. ഈ ട്രെൻഡ് ലൈൻ ഇതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചേക്കണം. ഈ ബോട്ടം ടു 2 ട്രെൻഡ് ലൈനാണ്. യെസ്, ബോട്ടം ടു 0 to 2 ട്രെൻഡ് ലൈനാണ് നമ്മളിത് പറയാറുള്ളൂ. ഓക്കെ, ഇത് ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണെങ്കിൽ ഇതും സെയിം അതുപോലെ നിഫ്റ്റിയുടെ പോലെ തന്നെ ഫിബ്രവരി ട്രേസ്മെൻറ്റ് എടുക്കാം. ഫ്രം ബോട്ടം ടു ഇപ്പം അടിച്ച ഹൈ വരെ കൊണ്ടുപോകാം. 50% വരെ വെയിറ്റ് ചെയ്യുക. 50% റിവേഴ്സൽ എടുക്കുവാണെങ്കിൽ മച്ച് ബെറ്റർ ആണ്. 50% എഴുതാൻ 79,670. സോ അത് തന്നെ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി നിങ്ങൾ. അതാണ് കുറച്ചുകൂടി ബെറ്റർ. മാക്സിമം ഈ ഫോർത്ത് വേവിൻ്റെ ഫോൾ ഇത്രേ വരെ വരുള്ളൂ കേട്ടോ. നോർമൽ കേസസ് അത്രേ വരാറുള്ളൂ. സോ നമ്മളത് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ബിലോ പിന്നെ പ്രൈസ് പോകാൻ പാടില്ല. ബിലോ പോയാൽ പിന്നെ ദാറ്റ് മീൻസ് സ്ട്രക്ചർ വീക്കായി ഫിഫ്ത്ത് വേവ് നമുക്ക് പ്ലേ ചെയ്യാൻ പാടില്ല. പിന്നെ ഡൗൺ സൈഡ് മാത്രമേ നോക്കാവുള്ളൂ. ഓക്കെ, ഇത് ഫോർത്ത് വേവ് സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ സപ്പോർട്ട് എടുക്കാവുള്ളൂ. ഓക്കെ, ഇതിനകത്ത് വേറെ നമുക്ക് ഒന്നും കാണുന്നില്ല സ്ട്രക്ചറിൽ. യെസ്, ഒക്കെ ABC സ്ട്രക്ചറാണ് ഇപ്പോൾ നടക്കുന്നത് മാർക്കറ്റിൽ. 3 മൂവ്സ് കണ്ടോ, ഇതും അങ്ങനെ തന്നെയാണല്ലോ. 1 2 3 മൂവ്സ്. ഇപ്പോൾ 1 2 3 ഓൺ ഗോയിങ് ആണ്. 4th or 5th വരും ഇല്ല എന്ന് നമുക്ക് ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റത്തില്ല ഈ സിറ്റുവേഷനിൽ. കാരണം വെച്ചാൽ പ്രൈസ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രക്ചർ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പ് ആയിട്ടില്ല. ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ നമ്മൾ രണ്ട് സൈഡിൽ ഇരിക്കുക. കാരണം നമുക്ക് അറിയാമല്ലോ 4th വേവിൻ്റെ ഫോൾ 50% വരാവുള്ളൂ. ഓർ ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ദാറ്റ് മീൻസ് തേർഡ് ഓൺ ഗോയിങ് ആണ്. തേർഡ് പോയിക്കൊണ്ടിരിക്കും 101%. ആൻഡ് അതിന് അബവ് ഫർദർ അബവ് പ്രൈസ് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇതാണ് നമ്മുടെ. ഇനി നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് പോകാൻ വേഗം. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട് അത് വേറെ ഒരു സ്റ്റോറിയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് അനാലിസിസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ നോക്കാം. ഇത് ഫോളായി 1 2 3 ഇതിൻ്റെ ബൗൺസ്. ഫിബ്രവരി ട്രേസ്മെൻറ്റ് എടുക്കാം. ആൻഡ് യെസ് 81.20% മാർക്ക് ചെയ്ത് വെച്ചേക്കണം. റിജക്ഷൻ എടുക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഓർ റിജക്ഷൻ എടുക്കുവാണെങ്കിൽ 81.20% തന്നെ റിജക്ഷൻ എടുക്കുകയുള്ളൂ. യെസ്, ഓക്കെ.
അതിൻ്റെ ഭാഗത്തേക്ക് പോയാൽ പിന്നെ ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് മാറും. 100%, 101% നമുക്ക് കിട്ടും. വീക്ക് ആവുന്നത് എപ്പോഴാണ്, റൈറ്റ്? വീക്ക് ആവുന്നത് എപ്പോഴാണ്? ട്രെൻഡ് ലൈൻ എടുക്കുക, എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചത്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ വീക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ ഫുള്ള് ABC ആൻഡ് ഇത് ABC ഓൺ ഗോയിങ് ആണ്. സോ ബിഗർ ടൈം ഫ്രെയിമിൽ നമ്മൾ 1 2 3 കഴിഞ്ഞാൽ AI ആൻഡ് B ഓൺ ഗോയിങ് ആണ്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നത് ഇത് റെസിസ്റ്റൻസ് സോൺ ആവേണ്ടതാണ് ഇതിന് വേണ്ടി. ഓക്കെ, ഈ ഫുൾ സോൺ റെസിസ്റ്റൻസ് സോൺ ആവേണ്ടതാണ്. ഇതിൽ ഇത്രയും ബുള്ളിഷ്നെസ് മിഡ് ക്യാപ്പിൽ എനിക്കിപ്പോൾ ഒന്നും കാണുന്നില്ല. കാരണം ആ വന്ന ഹ്യൂജ് ഫോൾ, ഓക്കെ, ഇത് സഡൻ ഒരു ഹ്യൂജ് ഫോൾ ഉണ്ടല്ലോ, ഇത് ഹ്യൂജ് ഫോൾ ആൻഡ് ദെൻ ഇത് റെസിസ്റ്റൻസ് സോണായിട്ട് മാറും. പിന്നെ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരേണ്ടത് ആണ്. ഓക്കെ, താഴേക്ക് വരുവാണെങ്കിൽ റേഷ്യോസ് എന്തായിരിക്കും? ഇൻ കേസ് ഇവിടെ നിന്ന് റിജക്ഷൻ എടുത്തു, പ്രൈസ് താഴേക്ക് വരാൻ തുടങ്ങി, അപ്പോൾ എന്താ ചെയ്യുക? വേഗം എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി എടുക്കാം. ഓക്കെ, C നമ്മൾ അങ്ങനെയല്ല കൗണ്ട് ചെയ്യണം, വീഡിയോ ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പോഴേ ഇന്നലത്തെ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം. സോ ഇൻ കേസ് ഇവിടെ നിന്ന് രജിസ്ട്രേഷൻ എടുക്കുവാണെങ്കിൽ 81.0 12,250. സോ ഈ റേഷ്യോസ് നമുക്ക് എക്സാക്ട്ലി നമുക്ക് കിട്ടും. ദാറ്റ് മീൻസ് ഇത്ര വരെ 61.80%. ആ ഫോൾ അവിടെ നിന്ന് വരുവാണെങ്കിൽ 61.80%, 100% 127%, ആൻഡ് മാക്സ് ടു മാക്സ് 168.0% വരാറുണ്ട്. എക്സാക്ട് ഇവിടുന്ന് റിജക്ഷൻ എടുക്കുവാണെങ്കിൽ, ഓക്കെ, ഈ ഒരു പോയിൻറ്റ്, ഓക്കെ, 12,250 ഇതിൻ്റെ അബവ് പ്രൈസ് പോയാൽ ബുള്ളിഷായി ഫർദർ ഈ ഒരു സൈഡ് നമുക്ക് കിട്ടാൻ 100%, 101% വരെ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ശ്രദ്ധിച്ച് വേണം പ്ലേ ചെയ്യാൻ. ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ അല്ല, ലേണിംഗ് ചാനലാണ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, സോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.